നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ തിരുവനന്തപുരത്ത് നഗര തലസ്ഥാനത്ത് കേരളത്തിന്റെ തലസ്ഥാനത്ത് ഇതാ നരേന്ദ്രമോദി എത്തിക്കഴിഞ്ഞു. ഇതിനു മുൻപും നരേന്ദ്രമോദി എത്തിയപ്പോൾ ആവേശത്തോടു കൂടിയുള്ള ജനങ്ങളെ കണ്ട് അദ്ദേഹം കാറിൽ നിന്നും എടുത്തിറങ്ങി കാൽനടയാക്കി നടന്നു പോകുന്ന ഒരു നരേന്ദ്രമോദിയാണ് നമ്മൾ ഇതിനു മുൻപും കണ്ടത്. അതേ ആവേശത്തോടു കൂടി നരേന്ദ്രമോദി ഇപ്പോഴിതാ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. SMV സ്കൂൾ മുതൽ പുത്തരിക്കണ്ടം മൈതാനം വരെ നീണ്ടു നിൽക്കുന്ന ഒരു റോഡ് ഷോയാണ് നടക്കാൻ പോകുന്നത്. റോഡ് ഷോയിൽ നരേന്ദ്രമോദിയെ കാണാൻ നിരവധി ആളുകളാണ് എത്തിയിരിക്കുന്നത്. പുത്തരിക്കണ്ടം മൈതാനം വരെ അദ്ദേഹം വാഹനത്തിൽ നിന്നും ഇറങ്ങി കാൽനടയായി ഇറങ്ങുമോ എന്ന് അറിയില്ല. ഏതായാലും വമ്പിച്ച ആവേശത്തോടുകൂടി വൻ ജനാവലി തന്നെയാണ് നരേന്ദ്രമോദിയെ കാണാനായി എത്തിയിരിക്കുന്നത്. കാസർഗോഡ് മുതലുള്ള നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം മുതൽ തന്നെ എത്തി ഞങ്ങൾ നിൽക്കുകയാണ് നരേന്ദ്രമോദി ഒരു നോക്ക് കാണാൻ എന്നുള്ള ആവേശത്തോടു കൂടി തന്നെയാണ്. അത് 1/2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂവെങ്കിൽ പോലും ഏകദേശം 25,000-ത്തോളം ആളുകൾ നരേന്ദ്രമോദിയെ കാണാനായി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. വലിയ ജനസാഗരം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ അന്ന് ഇറങ്ങി അദ്ദേഹം നടന്ന ഒരു യാത്രയായിരിക്കുമെന്ന് ആരും അറിഞ്ഞിരുന്നില്ല. പെട്ടെന്നാണ് ആവേശഭരിതനായി നരേന്ദ്രമോദിയെ നഗരത്തിൽ ഇറങ്ങി നടന്നത്. എന്തായാലും അദ്ദേഹം എത്തുമ്പോൾ 12-1 മണിയോടുകൂടി അടുക്കും. അപ്പോൾ ഈ വെയിലത്ത് അദ്ദേഹം ഇറങ്ങി നടക്കുമോ എന്നൊക്കെ കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും പുത്തരിക്കണ്ടം മൈതാനത്ത് ഔദ്യോഗിക പരിപാടിയും അല്ലാതെ ഒരു പാർട്ടി പരിപാടിയുമാണ് ഉള്ളത്. വമ്പിച്ച പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. ഏകദേശം 8ഓളം പ്രഖ്യാപനങ്ങളുണ്ട്. ഒപ്പം അതുപോലെ തന്നെ റെയിൽവേയുടെ പുത്തൻ പദ്ധതികൾക്ക് ഫ്ലാഗ് ഓഫ് ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണറും മറ്റ് സൈനിക മേധാവിമാരും ഒക്കെയാണ് എത്തിയിരുന്നത്. മേയർ VV രാജേഷ് എത്തിയിരുന്നില്ല. അദ്ദേഹം ഈ 2 പരിപാടി റോഡ് ഷോ അടക്കമുള്ളവയിൽ നരേന്ദ്രമോദിയോടൊപ്പം തന്നെ അണിചേരുന്നുണ്ട്. ഒപ്പം മറ്റ് BJP കൗൺസിലർമാർ എല്ലാവരും തന്നെ അണിചേരുന്നുണ്ട് നരേന്ദ്രമോദിയുടെ ഒപ്പം. വലിയ ആവേശത്തിൽ തന്നെയാണ്. ബ്ലൂ പ്രിന്റ് തിരുവനന്തപുരം നഗരത്തിന്റെ വികസന പദ്ധതിയുടെ ബ്ലൂ പ്രിന്റ് അദ്ദേഹം തയ്യാറാക്കി ഇന്ന് ഉദ്ഘാടനം ചെയ്യുമെന്നാണ് മനസ്സിലാകുന്നത്. തിരുവനന്തപുരം നഗരസഭ പിടിച്ചപ്പോൾ മുതൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ നഗരസഭയിലെ അംഗങ്ങളും മറ്റ് സംസ്ഥാനങ്ങളിലുള്ള എല്ലാവരും തന്നെ അക്ഷരാർത്ഥത്തിൽ ഇവിടെ തിരുവനന്തപുരത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് അറിയുകയാണ്. സൗത്ത് ഇന്ത്യ പിടിക്കണമെങ്കിൽ കേരളം പിടിക്കണം എന്നുള്ളൊരു വാർത്തയുണ്ട്. അങ്ങനെയെങ്കിൽ കേരളത്തിന് തലസ്ഥാനം തന്നെ പിടിക്കണമെന്നുണ്ട്. അങ്ങനെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തെ നഗരസഭ പിടിച്ചെടുത്തിരിക്കുകയാണ് BJP. അത് വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി തന്നെയാണ് BJP പിടിച്ചെടുത്തത്. അന്ന് പറയുന്നുണ്ടായിരുന്നു 45 ദിവസത്തിനകം നരേന്ദ്രമോദി എത്തുമെന്ന്. 45 ദിവസത്തിനുള്ളിൽ തന്നെ നരേന്ദ്രമോദി ഇവിടെ എത്തിയിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ അമിത്ഷാ എത്തിയിരുന്നു. അതിനുശേഷം ഇതാ നരേന്ദ്രമോദി എത്തുന്നു. അമിത്ഷായും നരേന്ദ്രമോദിയും ഒരുമിച്ചായിരിക്കുമെന്ന് കരുതിയെങ്കിൽ ഘട്ടം ഘട്ടമായി നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ തന്നെ എത്തുന്നു. ഏതായാലും ആവേശത്തിൽ തന്നെയാണ്. തിരുവനന്തപുരത്ത് നടത്തുന്ന പ്രവർത്തനം തന്നെയാണ് മറ്റ് നഗരസഭകളിലേക്ക് വരും വർഷങ്ങളിൽ BJP എത്തിക്കാനുള്ള ഒരു മാതൃക എന്ന് തന്നെയാണ് അവർ കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് മോദി അടക്കമുള്ളവർ നേരിട്ടെത്തി ഇവിടെ ഈ നീക്കങ്ങൾ നടത്തുന്നത്. എന്തായാലും വമ്പിച്ച സ്വീകരണം, വമ്പിച്ച പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. എന്തായാലും ആവേശഭരിതമാണ് തലസ്ഥാന നഗരി.